Watch full episodes on Jio Hotstar. ഇത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള സമൂസ ഫുർഫുരി നഗരത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഹായ് മോട്ടു പത്ര ചേട്ടാ. ഹലോ മിക്കി, ഹൗ ആർ യു? എന്താ ചെയ്യുന്നേ? മോട്ടു ചേട്ടാ രക്ഷിക്കേ. നീ പേടിക്കണ്ട മിക്കി, നിന്നെ ഞങ്ങൾ രക്ഷിച്ചോളാം. ആരാ നിങ്ങളൊക്കെ ആരാ? അയ്യോ എന്റെ വയറ്, അയ്യോ പടച്ച്, അയ്യോ അയ്യോ എനിക്ക് പഠിക്കണേ, അയ്യോ എനിക്ക് പിടിപിടാനും പറ്റുന്നില്ലല്ലോ. പതിലു പിടിപിടാൻ പറ്റില്ല. ആവൂന്ന് കരയാതെ നീ വേറെ ഊന്ന് കരയൂ പത്തലു. അയ്യോ വണ്ടി പോയല്ലോ പത്തലു. മോട്ടോ വാൻ നിന്റെ കയ്യിൽ നിന്ന് വിട്ട് പോയിരിക്കുകയാണ്. മിക്കിയെ അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. വാൻ എവിടെ പോയി? അതാരുടെ വാനായിരുന്നു? എന്നെ വിട്. എന്റെ കയ്യിൽ എന്താണ് കെട്ടുന്നത്? എന്നെ ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവന്നത് ജോൺ? ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെ പോകാൻ അനുവദിക്ക്. മതി മതി, ഞാൻ നിന്നോട് ആദ്യം ഒരു കാര്യം പറയാ. നിന്നെ കൊണ്ട് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ നിനക്ക് കറണ്ട് ഷോക്ക് അടിക്കും. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്താ മനസ്സിലായോടാ? ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാനിവിടെ കുടുങ്ങിക്കിടക്കുകയല്ലേ. എന്താ ചെയ്യുന്നറിയാതെ പെട്ടുപോയ മിക്കി ഓൺലൈൻ. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വെരി ഗുഡ് വെരി ഗുഡ്. എന്നാ ഇപ്പൊ കേട്ടോ, നിന്റെ വെബ്സൈറ്റ് ആയ വിക്കി ഓൺലൈനിൽ നീ എപ്പോഴും മോട്ടു പത്ലുവിനെ മാത്രമല്ലേ ഹീറോ ആയി കാണിക്കുന്നത്. പക്ഷേ ഇപ്പോ നീ എന്നെ മാത്രമായിരിക്കണം ഹീറോ ആയി കാണിക്കാൻ പോകുന്നത്. ഹീറോയോ? ഒരു വില്ലനെ എങ്ങനെയാ ഹീറോയാക്കി മാറ്റുക? എന്റെ ആൾക്കാർ കള്ളന്മാരായി മാറി എല്ലാം മോഷ്ടിക്കും. ഞാൻ സൂപ്പർ ഹീറോയിന്റെ വേഷവും ഇട്ടുകൊണ്ട് വന്ന് അവരെ പിടിച്ച് തല്ലും. അപ്പൊ നീ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ലൈവ് സ്ട്രീമിംഗ് ചെയ്യണം. മനസ്സിലായോ? എന്താ ഓക്കെ അല്ലേ? എനിക്ക് വേറെ ഓപ്ഷനേ ഇല്ല. അതുകൊണ്ട് ഓക്കെ. നിങ്ങൾ പറഞ്ഞത് ഞാൻ എഴുതിക്കോളാം. അപ്പോഴേ ഷൂട്ടിംഗിൽ ടൈം വേസ്റ്റ് ആകാതിരിക്കൂ. കാണിക്കേ ഇങ്ങോട്ട് കാണിച്ചേ. നീ എന്താ ഈ ടൈപ്പ് ചെയ്യുന്നേ? ഇങ്ങോട്ട് കാണിക്കേ. ഹായ് ഗൈസ്, ദിസ് ഈസ് മിക്കി ഓൺലൈൻ. പിന്നെ നമ്മൾ ഇന്ന് ലൈവ് മോഷണം കാണാൻ പോവുകയാണ്. ഇപ്പൊ ഈ മോഷണം ആരാ തടയുക? അല്ല, ഇതെന്താണ് ശബ്ദം? ഏതോ സൂപ്പർ ഹീറോ വരുന്നുണ്ടാ തോന്നുന്നേ. അങ്ങോട്ട് നോക്കിയേ. Wow, keep watching. I'm streaming live. Be happy and keep smiling. എന്റെ നഗരത്തിൽ കൊള്ളയടിക്കാൻ മാത്രം ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളത്? ഞാനാണ് ജോൺ, ദ സൂപ്പർ ഹീറോ. ജോൺ ആരെയും പേടിക്കില്ല. അയ്യോ മോട്ടി പത്തലു. മനസ്സിലായോ? ഇപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത് അത് മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഇടിച്ച് ചമ്മന്തിയാക്കി കളയും. മനസ്സിലായോ? മനസ്സിലായി. എടാ കള്ളന്മാരേ,
അറ്റൻഷൻ, സൂപ്പർ ഹീറോ വന്നു കഴിഞ്ഞടാ. നിങ്ങൾ ഇതിനെ ഇപ്പൊ ലൈറ്റ് എന്റെ കയ്യിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്? വെരി ഗുഡ്. എന്നെ വിട്. ഹീറോ ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല. അയ്യോ എന്റെ അമ്മോ. വരൂ. അവൻ എവിടേക്കാ പോകുന്നേ? ജോൺ ദാണ്ട അവിടെ. എന്നെ രക്ഷിക്കേ. അയ്യോ എന്റെ അമ്മോ വേണ്ട. കണ്ടോ സൂപ്പർ ഹീറോ അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ എന്റെ അമ്മോ. ഒരു മിനിറ്റ്. മിക്കി, നീ ഇത് ലൈവ് ടെലികാസ്റ്റിംഗ് ഒന്നും ചെയ്തില്ലല്ലോ. അല്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ? വേണ്ട വേണ്ട, ലൈവ് സ്ട്രീമിംഗ് ഓഫ് ചെയ്തേക്ക്. വണ്ടി എടുക്ക. ഫോൺ എടുക്ക്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് മാത്രമേ പറയാവൂ. നമ്പർ 1, നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലിയത്? സൂപ്പർ ഹീറോ എന്ന് ഞാനിപ്പോ സൂപ്പർ സീറോ ആയിരിക്കാടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബോസ് ദേഷ്യപ്പെടല്ലേ ബോസ്. ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാ ചെയ്ത്. ഞാനിത് നിങ്ങളെ കാണുമ്പോ വിശദീകരിച്ച് പറയാം. ഇപ്പൊ നിങ്ങൾ അടുത്ത സെയിം ലൊക്കേഷനിലേക്ക് വന്നേക്ക്. ഞങ്ങൾ ഇനി നന്നായി ആക്ട് ചെയ്തോളാം. ഓക്കെ ഓക്കെ, യെസ്. ഗായ്സ്, മേലെ കണ്ടോ? അവിടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൂപ്പർ ഹീറോ വന്ന കള്ളന്മാരെ എങ്ങനെയാ പിടിക്കാതെ നമുക്ക് നോക്കാം. കൊള്ളയടിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഞാനിതാ എത്തിയടാ. സൂപ്പർ ഹീറോ ജോൺ എത്തിയടാ. എന്റെ ഈശ്വര. അയ്യോ എന്റെ അമ്മ. അയ്യോ എന്റെ അയ്യോ ഇത് ഇപ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. എന്റെ അമ്മോ, എന്നെ എന്തിനാടാ തല്ലുന്നേ? എടാ, നിങ്ങൾ എന്നെ ശരിക്കും തല്ലു കേട്ടോ. അയ്യോ എന്റെ അമ്മോ, നിർത്തടാ. ഞാനാണ് നിങ്ങളെ തല്ലുന്നത്, അല്ലാതെ നിങ്ങളല്ല. ഇപ്പൊ കണ്ടോളൂ ആ സൂപ്പർ ഹീറോ കള്ളന്മാരെ എങ്ങനെയാണ് എടുത്ത് വലിച്ചെറിയുന്നത് എന്ന്. അയ്യോ എന്റെ അമ്മോ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന ബെഡ് ആരാടാ എടുത്ത് മാറ്റിയത്? വണ്ടി എടുക്ക. അവനെ ഫോളോ ചെയ്ത് ലൈവ് സ്ട്രീമിംഗ് ചെയ്യടാ. അപ്പൊ ഞാൻ അവരെ രണ്ടുപേരെയും വിടില്ലടാ. ഞാൻ എത്തിയടാ. സൂപ്പർ ഹീറോ എത്തിയടാ. ഞാൻ എത്തിയടാ. എത്തി. ഡിക്കി ഓപ്പൺ. സൂപ്പർ ഹീറോ ഇൻ. എടാ, നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ. ഇനി ഞാൻ നിങ്ങളെ വിടില്ലടാ. നോക്കിക്കോ. ഒരു മിനിറ്റ്. അല്ല, നിങ്ങൾ ആരാ? നമ്പർ 1 നമ്പർ 2 എവിടെ? ഇവരോട് ഇപ്പൊ കാര്യങ്ങൾ പറയേണ്ട സമയമായിരിക്കുന്നു. യെസ്. അല്ല, നിങ്ങൾ ഇവിടെ എങ്ങനെയാ എത്തിയത്? നിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ മിക്കി അവിടെ ആക്ടിങ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ ആ പ്ലാൻ എല്ലാം മെസ്സേജിലൂടെ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ GPS-ലൂടെ ഫോളോ ചെയ്യുകയായിരുന്നു. ഞങ്ങളുടെ ബുദ്ധി ഇതാ പിടിച്ചു. ഞങ്ങളുടെ
മതി, എന്നെ ആരെങ്കിലും രക്ഷിക്കേ. കുറച്ചുകൂടെ തരട്ടെ. യെസ്, അതെ ജോൺ സർ, ഇങ്ങോട്ട് നോക്കി കരിയേ. എന്താ പറഞ്ഞേ? അങ്ങോട്ട് നോക്കി കരയാനോ? ഹീറോ ആകണമെന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ എന്നെ സീറോ ആക്കിയല്ലോടാ. നല്ല രസമുണ്ടല്ലേ? ഹായ് ഗായ്സ്, ഹായ്, വെൽക്കം ടു മൈ ചാനൽ മിക്കി ഓൺലൈൻ. ഇന്ന് ഫുർഫുറി നഗറില് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. എല്ലാരും ഫാൻസി ഡ്രസ് ധരിച്ചുകൊണ്ട് പിന്നെ ഓരോരുത്തരും തനതായ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ജഡ്ജസ് ഈ നഗരം മുഴുവനും ഇൻസ്പെക്ഷൻ ചെയ്യും. പിന്നെ ഇവിടെ വിജയിക്കുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ആയി സമ്മാനിക്കുന്നത്. ഞാൻ ഈ നഗരം മുഴുവനും ചെന്ന് ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് കീപ് വാച്ചിങ് മൈ ചാനൽ മിക്കി ഓൺലൈൻ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ബൈ ബൈ. അതെ വലിയേട്ടാ, എത്ര നേരമായി ഈ ഡ്രസ്സിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഒന്ന് പെട്ടെന്ന് തീർക്ക്. മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, നീ സൂപ്പർ ഹീറോ ഡ്രസ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂപ്പർ ഹീറോസിനെ പോലെ എല്ലാ പവേഴ്സും ഉണ്ടാവേണ്ടതല്ലേ? അപ്പോഴല്ലേ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയുള്ളൂ. ഡോക്ടർ ജഡ്ക, നിങ്ങളും ഗസീറ്റാറാമും ഫാൻസി ഡ്രസ് ഒന്നും ഇട്ടില്ലല്ലോ. എന്തായാലും നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ചേടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാനേ ഒരു ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആരെ വേണമെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപോർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ആ മെഷീൻ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നേ. അതൊക്കെ ശരി വലിയേട്ടാ, പക്ഷെ ഈ സൂട്ടിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു തരാമോ? അത് പിന്നെ നിന്റെ ചെസ്റ്റിന്റെ അവിടെയുള്ള ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താലുണ്ടല്ലോ, നീ സൂപ്പർ ഹീറോയെ പോലെ ആകാശത്ത് പറക്കാൻ തുടങ്ങും. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബട്ടൺ അമർത്തി പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അയ്യോ, ഇതങ്ങോട്ടേ വലിയേട്ടാ, എന്നെ ഒന്ന് പിടിച്ചു നിർത്ത്. എന്താ മോട്ടു, വിശ്വാസായോ? നിങ്ങളിതാ കാണുന്നില്ലേ, ഫുർഫുറി നഗരത്തിൽ ആനന്ദം മലയടിക്കുകയാണ്. എല്ലാ ജനങ്ങളും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ജഡ്ജസ് എല്ലാ സ്ഥലത്തും പോയി വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും. എന്നാൽ ഈ ജഡ്ജസ് ആരാണ്, എവിടെയാണ് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല. എന്റെ ചെകുത്താൻ ബുദ്ധിയിലെ ഒരു ഇടിവെട്ട് ഐഡിയ വരുന്നുണ്ടടാ. അത് പിന്നെ ഫാൻസി ഡ്രസ്സിന്റെ പെറ്റീഷൻ ഞാനാണ് ഓർഗനൈസ് ചെയ്തത്. വേറെ ആർക്കും ഈ കാര്യം അറിയില്ല. ഫാൻസി ഡ്രസ്സും ഇട്ടുകൊണ്ട് ഞാൻ ഡോക്ടർ ജഡ്കയെ കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. വേറെ ആർക്കും ഈ കാര്യം അറിയില്ല. അത് മാത്രല്ല, ഞാൻ പുള്ളിയുടെ ടെലിപോർട്ടിംഗ് മെഷീനും മോഷ്ടിക്കാൻ പോവുകയാണ്. അതും ആർക്കും അറിയില്ല. ഇതൊരു നല്ല ഐഡിയ ആണ്. നമ്മള് ഫാൻസി ഡ്രസ്സിലാണെങ്കിലേ ഡോക്ടർ ജഡ്കായിനെ ആരാ കിഡ്നാപ്പ് ചെയ്തെന്ന് പോലും ആർക്കും അറിയില്ല. സബാഷിടാ നമ്പർ 1, നീ ആള് കുഴപ്പമില്ലല്ലോ. നിനക്കിപ്പോ ബുദ്ധി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോടാ. ദിസ് ഇസ് ടൈം ടു ചേഞ്ച്. എന്ന ആംബുലൻസ് കൊണ്ട് വാടാ, പെട്ടെന്നാവട്ടെ. ഡോക്ടർ ജഡ്ക, മോസോ ഈസ് കമ്മിങ്. നിങ്ങൾ എവിടെയാടാ? പെട്ടെന്നാവട്ടെ, മോട്ടു ബദല് വന്നുകൊണ്ടിരിക്കുക. പത്ലു, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് വലിയേട്ടൻ എന്ത് ഡ്രസ്സാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് വന്നാലോ എന്ന് പറയുന്നു. ആ ശരി ശരി. അല്ല, ആംബുലൻസിന് ഇത് ആരെ കൂട്ടിക്കൊണ്ട് പോകുന്നേ? ഏത് പേഷ്യന്റ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ മോട്ടോ അത് എനിക്കും അറിയാം. പക്ഷെ ആരാണ്? അതെ, ഹലോ, ആ ഡ്രൈവറുടെ സീറ്റിൽ ആരാ ഇരിക്കുന്നത്? പൊളിച്ചെടുത്തല്ലോ. ഒന്ന് നിന്നേ, എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോണത്? അല്ല ഗസീറ്റാറാം, എന്താ സംഭവിച്ചത്? പൊളിച്ചെടുത്തല്ലോ. മോട്ടുപത്രം നിങ്ങൾ ഏതായാലും വന്ന് നന്നായി. അവന്മാര് ഡോക്ടർ ജഡ്കേനെ കൂട്ടിക്കൊണ്ട് പോയിന്നേ. മോട്ടു, വേഗം ആ ആംബുലൻസിനെ പിടിക്ക്. വരൂ. അല്ല കസിറ്റ അങ്കിൾ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? മിക്കി, പെട്ടെന്ന് ചെന്ന് അവന്മാരെ പിടിക്കേ. എന്റെ മോട്ടു, നീ സൂപ്പർ ഹീറോയുടെ ഡ്രസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറന്നു പോകാൻ നോക്ക്. ശരിയാണല്ലോ, ഞാനതൊക്കെ മറന്നുപോയി. മോട്ടു പത്രു ചേട്ടാ, എന്ത് പറ്റി? നിങ്ങൾ എങ്ങോട്ടാ പറന്നു പോകുന്നേ? ഗായ്സ്, എന്ത് പറ്റിയിട്ടുണ്ട്? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഞാനിത് കണ്ടെത്തിയേ തീരൂ. അതുവരെ കാണുക എന്റെ ചാനൽ മിക്കി ഓൺലൈൻ.
അവരെങ്ങോട്ട് പോയി? അതാ പോകുന്നു ആ ആംബുലൻസ്. നമുക്ക് ആ ആംബുലൻസിന്റെ പുറകെ പോകാം. എന്റെ അമ്മോ, എന്തായി കാണിക്കുന്നത്? എന്നെ വിട്. ഓ നോ, എന്റെ അമ്മോ. അതെ സിംഗർ സാർ, സാർ എന്തിനാണ് ഈ മാസ്ക് ഇട്ട് വണ്ടി ഓടിക്കുന്നത്? എന്നോട് ആരോ പറഞ്ഞു മാസ്ക് ഇട്ടിട്ട് ആംബുലൻസിൽ യാത്ര ചെയ്താൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ് ഇട്ടത് തന്നെ. അതെ സിംഗർ സാർ, അവര് സാറിനെ മണ്ടനാക്കിയിരിക്കുക. അവര് വലിയേട്ടനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോയി. എന്റെ അമ്മോ, അതാണോ കാര്യം? അവനെ പിടിക്കണം. എല്ലാ ചെക്ക് പോസ്റ്റും അലേർട്ടായിരിക്കട്ടെ. ഡോക്ടർ ജഡ്കേനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. പിടിക്കണം. അതെ മോട്ടു പത്ലു ചേട്ടാ, എന്താണ് പറ്റിയത്? പറയേ. ഇപ്പൊ ഒന്നും പറയാനുള്ള സമയമില്ല. എമർജൻസിയാണ്. സിംഹം സാർ, നിങ്ങളെങ്കിലും പറയേ, ആരെങ്കിലും പറയേ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന്. ഗൈസ്, ഇവിടെ എന്താണ് നടക്കുന്നത് എനിക്ക് അറിയില്ല. ഈ കാര്യം ഞാൻ കണ്ടെത്തിയതിനു ശേഷം ഞാൻ ആദ്യം നിങ്ങളോടെ പറയൂ. അതുവരെ കീപ് വാച്ചിങ് മിക്കി ഓൺലൈൻ. യെസ് ബോസ്, റെഡി. ലൈസൻസ് എടുക്ക്. ഇന്നാ സാറേ, പിടിച്ചോ. ആ ശരി, പോ. വളരെ നന്ദിയുണ്ട്. അതെ സാറുമാരെ, നിങ്ങൾ ഇപ്പൊ ഇതുവഴി ഒരു ആംബുലൻസ് കടന്നു പോകുന്നത് കണ്ടായിരുന്നോ? ഇല്ലില്ല, കുറച്ച് കാറുകള്, ബസ്സസ്, പിന്നെ ഒരു വലിയ ട്രക്ക് പോയിരുന്നു. വെറും ബസ്സും ട്രക്കോ? ഐഡിയ. വേഗം വരൂ. മോട്ടു ശ്രദ്ധിച്ച് നോക്ക്. പത്ലു, അതാ പോകുന്നു ആംബുലൻസ്. വരൂ. മര്യാദക്ക് ഈ ട്രക്കിന്റെ ബാക്ക് ഡോർ തുറന്നു തന്നു, ഇല്ലെങ്കിൽ മോട്ടു വേഗം ഡോർ ഓപ്പൺ ചെയ്യ. വേഗം. മാസ്ക് മാനെ പിടിക്കുന്നത് പ്രയാസം മാത്രമല്ല, ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. കമോണ്ടാ, ഫാസ്റ്റ് ഫാസ്റ്റ്, ഓട് ഓട്. മോട്ടു, നീ ആ തടിയന്റെ പിന്നാലെ പോ. ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം. ഓക്കേ പത്ലു. അവിടെ നിൽക്ക്. ഞാൻ ദേ ഇപ്പൊ കാണിച്ചു തരാം. അല്ല, അവിടെ എന്താ ഉള്ളത്? അവിടെ എന്താ ഉള്ളത്? നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മൂമുടിക്കാരോ, അവിടെ നിൽക്ക്. മൂമുടിക്കാരാ, നീ എത്ര വലിയ ബുദ്ധിശാലിയാണെന്ന് പറഞ്ഞാലും ഈ മോട്ടിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതെ, ഒന്ന് ഫ്രണ്ടിൽ നോക്ക്. ഞാൻ സത്യ പറയുന്നേ. ഇപ്രാവശ്യം ഞാൻ നോക്കാൻ പോകുന്നില്ല. നിന്റെ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഞാൻ നിന്റെ സൂത്രത്തിലൊന്നും വീഴാൻ പോകുന്നില്ല. ഓക്കേ, അപ്പൊ ഇനി നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അയ്യോ വേണ്ട. അയ്യോ അയ്യോ. എനിക്ക് പരിക്ക് പറ്റി. നിന്നെ മുഖംമൂടിയുടെ മേലത്തെ പരുവത്തിൽ ഞാൻ ആക്കി കളയും. നിന്നെ പറന്ന് വന്ന് പിടിച്ചല്ലേ? ഇതൊന്നും ഒട്ടും ശരിയല്ല. ഞാൻ കുതിരയിൽ പോകുമ്പോ നീയും എന്നെ കുതിരയിൽ ഫോളോ ചെയ്തിട്ട് വന്ന് വേണ്ടേ പിടിക്കാൻ? അതല്ലേ ശരി? ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണ്. മോട്ടുവിനെ മണ്ടനാക്കുന്നത് വളരെ ഈസിയാണേ.
മോട്ടു നീ ഇതെങ്ങോട്ടാ തിരിച്ചു പോകുന്നത്? ആ തടിയൻ എവിടെ പോയി? അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പത്തലു. ഞാൻ ഒരു കുതിരയിൽ കയറിയിട്ട് അവന്റെ പുറകെ അവനെ ചേസ് ചെയ്ത് തോൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു കുതിരയെ വേണം പത്തലു. ഓ എന്റെ മോട്ടു നീ, അയാൾ നിന്നെ പറ്റിച്ച് പോയിരിക്കുക. നടക്ക്, വേഗം പോയി നമുക്ക് അവരെ പിടിക്കാം. അവിടെ നിൽക്ക. പൊക്കു പത്തലു. അയ്യോ എന്റെ അമ്മ. എന്റെ അമ്മോ, ഇതാണ് ശരി. ഇവന്റെ കൂടെ ഫുട്ബോളോ വോളിബോളോ എന്ത് വേണമെങ്കിൽ കളിച്ചോ. അയ്യോ എന്റെ അമ്മോ, മതി മതി നിർത്ത്. ഇനി എത്രയാന്ന് വെച്ചാ എന്നെ തല്ലുക. അയ്യോ എന്റെ അമ്മോ, മതി മതി, എന്നെ വിട്ടേക്ക്. ഇത് ഞാനാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ജോൺ. ജോൺ, നീയായിരുന്നോ? എന്റെ അമ്മോ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചത്? ആരെങ്കിലും ഒന്ന് ഉത്തരം പറയുന്നേ. മിക്കി, ഈ ഫാൻസി ഡ്രസ് പ്ലാനും പിന്നെ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്ന പ്ലാനും ആരുടെ ആയിരുന്നു? എന്തിനു വേണ്ടിയാ? അത് നിങ്ങളോട് ജോണേ പറയൂ. പറയൂ ജോൺ. അതെ അതെ മിക്കി, നീ നിന്റെ ക്യാമറ റെഡി ആക്കിയിട്ടേ നിന്റെ ഈ സ്കേറ്റ് ബോർഡില് ഇങ്ങനെ ടിക്കി 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 എന്ന് നീ ചെയ്തിട്ടേ വീട്ടിലോട്ട് പോകുമ്പോ നിനക്ക് മുഴുവൻ കഥയും ഞാൻ പറഞ്ഞുതരാട്ടോ. പക്ഷെ ഇപ്പോഴേ എന്നെ മോട്ടു പത്ലുവിന്റെ അടുത്തുനിന്ന് ഒന്ന് രക്ഷിക്ക് പ്ലീസ്. എനിക്ക് ഇവരുടെ തല്ല് വാങ്ങിക്കണ്ട, എന്നെ രക്ഷിക്കേ. അവസാനം വരെ എനിക്ക് ആരും ഉത്തരം പറഞ്ഞില്ലല്ലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.